ഹായ് എവ്രി വൺ. C308 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1 എന്ന പേപ്പറിലെ മൊഡ്യൂൾ 6-ൽ നിന്നുള്ള റൺവേ ലെങ്തിൻ്റെ കറക്ഷൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ലെക്ചേഴ്സിൽ നമ്മൾ റൺവേ ലെങ്ത്, ബേസിക് റൺവേ ലെങ്ത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൺവേയുടെ ഓറിയൻറ്റേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്ഷൻസ് ടു റൺവേ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് പ്രോബ്ലംസിലേക്ക് വരുമ്പോൾ പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻസ് ഒക്കെ വരുന്നത് ഈ കറക്ഷൻസ് ടു റൺവേ ലെങ്ത് എന്ന് പറയുന്ന പോർഷനിലാണ്. അപ്പോൾ അതിൻ്റെ തിയറി നമുക്ക് നോക്കാം. Corrections to runway length. To get the actual length of runway, the following corrections are necessary. അപ്പോൾ റൺവേയുടെ ആക്ച്വൽ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന 3 കറക്ഷൻസ് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് വൺ ഏതാണ്? കറക്ഷൻ ഫോർ എലിവേഷൻ. സെക്കൻഡ് വൺ കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ. തേർഡ് വൺ കറക്ഷൻ ഫോർ ഗ്രേഡിയൻറ്റ്. അപ്പോൾ എലിവേഷൻ കറക്ഷൻ, ടെമ്പറേച്ചർ കറക്ഷൻ ആൻഡ് ഗ്രേഡിയൻറ്റ് കറക്ഷൻ, ഇത് മൂന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റൺവേയുടെ ആക്ച്വൽ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. As per ICAO, the total correction due to elevation and temperature should not be greater than 35% of initial runway length. അപ്പോൾ ICAO അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ പറയുന്നത് എന്താണ്? എലിവേഷനും ടെമ്പറേച്ചർ കറക്ഷനും കൂടിയിട്ടുള്ള ടോട്ടൽ കറക്ഷൻ എന്ന് പറയുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 35% ഓഫ് ഇനിഷ്യൽ റൺവേ ലെങ്ത് എന്നാണ്. അതായത് ഇനിഷ്യൽ റൺവേ ലെങ്തിൻ്റെ 35%-നെക്കാട്ടിയും ലെസ് ആയിരിക്കണം ഏത്? ഈ കറക്ഷൻ ഫോർ എലിവേഷനും കറക്ഷൻ ഫോർ ടെമ്പറേച്ചറിൻ്റെയും ടോട്ടൽ എന്ന് പറയുന്നത്. ഇത് മൂന്നും ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് കറക്ഷൻ ഫോർ എലിവേഷൻ. ബേസിക് റൺവേ ലെങ്ത് ഷുഡ് ബി ഇൻക്രീസ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 7% per 300 meter റൈസ് ഇൻ എലിവേഷൻ ഓഫ് എയർപോർട്ട് എബവ് മീൻ സീ ലെവൽ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കറക്ഷൻ ഫോർ എലിവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറക്ഷൻ എന്ന് പറയുന്നത് 7% per 300 meter റൈസാണ്. അതായത് 300 meter റൈസിന് നമ്മൾ 7% ആണ് എലിവേഷൻ കറക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ നോക്കാം. കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ. ബേസിക് റൺവേ ലെങ്ത് after elevation correction should further be increased by 1% for every 1 degree Celsius rise in airport reference temperature above standard temperature. ഓക്കെ, ഇതിലെന്താണ് പറയുന്നത്? നമ്മൾ എപ്പോഴും എലിവേഷൻ കറക്ഷൻ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ടെമ്പറേച്ചർ കറക്ഷൻ അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പോൾ എലിവേഷൻ കറക്ഷൻ അപ്ലൈ ചെയ്ത ശേഷം ടെമ്പറേച്ചർ കറക്ഷനിലേക്ക് വരുമ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുന്നത് 1 degree Celsius ഇൻക്രീസ് ഫോർ 1% എന്നാണ്. അതായത് 1 degree Celsiusന് നമ്മൾ 1% ആണ് ടെമ്പറേച്ചർ കറക്ഷനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ ബേസിക് റൺവേ ലെങ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എയർപോർട്ടിൻ്റെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 degree Celsius ആണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഈസ് ടു ബി കറക്റ്റഡ് ഇഫ് എയർപോർട്ട് ഈസ് നോട്ട് അറ്റ് മീൻ സീ ലെവൽ. അപ്പോൾ മീൻ സീ ലെവലിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ കറക്ഷൻ അപ്ലൈ ചെയ്യണം. എയർപോർട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഈക്വൽസ് TA പ്ലസ് TM മൈനസ് TA ദ ഹോൾ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എയർപോർട്ടിൻ്റെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൻ്റെ ഇക്വേഷനാണ് ഇത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമുള്ളതാണ്. TA പ്ലസ് TM മൈനസ് TA ബൈ 3. അപ്പോൾ ഇതിൽ TA ആൻഡ് TM എന്താണെന്ന് നോക്കാം. TA എന്ന് പറഞ്ഞാൽ മന്ത്ലി മീൻ ഓഫ് ആവറേജ് ഡെയിലി ടെമ്പറേച്ചർ ഫോർ ദ ഹോട്ടസ്റ്റ് മന്ത് ഓഫ് എ ഇയർ. അപ്പോൾ എ എന്ന് പറയുമ്പോൾ ആവറേജ്, അങ്ങനെ ഓർത്താൽ മതി. TA മീൻസ് ആവറേജ് ടെമ്പറേച്ചർ. അതുപോലെ TM മന്ത്ലി മീൻ ഓഫ് മാക്സിമം ഡെയിലി ടെമ്പറേച്ചർ ഫോർ ദ ഹോട്ടസ്റ്റ് മന്ത് ഓഫ് ദി ഇയർ. TM എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ഡെയിലി ടെമ്പറേച്ചറിനെയാണ് TM ഡിനോട്ട് ചെയ്യുന്നത്. TA എന്ന് പറയുന്നത് ആവറേജ് ഡെയിലി ടെമ്പറേച്ചറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡിഫറൻസ് ശ്രദ്ധിക്കുക. TA എന്ന് പറയുന്നത് ആവറേജ് ഡെയിലി ടെമ്പറേച്ചറാണ്. TM എന്ന് പറയുന്നത് മാക്സിമം ഡെയിലി ടെമ്പറേച്ചറാണ്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? നമുക്ക് 15 degree Celsius മൈനസ് 6.5 degree Celsius per 1000 meter റൈസ്. ഇനി തേർഡ് കറക്ഷനാണ് കറക്ഷൻ ഫോർ ഗ്രേഡിയൻറ്റ്.
The runway length after corrected for elevation and temperature is further increased at 20% for every 1% effective gradient. അപ്പോൾ നമ്മൾ എലിവേഷൻ കറക്ഷനും കഴിഞ്ഞു, ടെമ്പറേച്ചർ കറക്ഷനും കഴിഞ്ഞു. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഗ്രേഡിയൻറ്റ് കറക്ഷനാണ്. ഗ്രേഡിയൻറ്റിൽ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യുന്നത്? 20% ഇൻക്രീസ് ചെയ്യും. എത്രയ്ക്കാണ്? 1% എഫക്റ്റീവ് ഗ്രേഡിയൻറ്റിന് 20% ആണ് നമ്മൾ കറക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, എഫക്റ്റീവ് ഗ്രേഡിയൻ്റ് ഇക്വേഷൻ പറയുന്നുണ്ട്. മാക്സിമം ഡിഫറൻസ് ഇൻ എലിവേഷൻ ബിറ്റ്വീൻ ഹയസ്റ്റ് പോയിൻ്റ് ആൻഡ് ലോവസ്റ്റ് പോയിൻ്റ് ഡിവൈഡഡ് ബൈ ബേസിക് ലെങ്ത് ഓഫ് റൺവേ. അപ്പോൾ എഫക്റ്റീവ് ഗ്രേഡിയൻ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഹയസ്റ്റ് പോയിൻറ്റിൻ്റെയും ലോവസ്റ്റ് പോയിൻറ്റിൻ്റെയും ഡിഫറൻസ് എടുക്കും. അത് ഡിവൈഡഡ് ബൈ ബേസിക് റൺവേ ലെങ്ത് ചെയ്യുമ്പോൾ എഫക്റ്റീവ് ഗ്രേഡിയൻ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഇതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ 3 കറക്ഷൻസ് അപ്ലൈ ചെയ്യണം. കറക്ഷൻ ഫോർ എലിവേഷൻ, അതുപോലെ കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ, അതുപോലെ കറക്ഷൻ ഫോർ ഗ്രേഡിയൻറ്റ്. കറക്ഷൻ ഫോർ എലിവേഷനിൽ നമ്മൾ എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? 7% പെർ 300 മീറ്റർ റൈസ് ആണ്. കറക്ഷൻ ഫോർ ടെമ്പറേച്ചറിൽ 1 ഡിഗ്രി സെൽഷ്യസിന് 1% ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അവിടെ എയർപോർട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ TA + TM - TA / 3. ഇനി എയർപോർട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ അസ്യൂം ചെയ്യുന്നത് എത്രയായിട്ടാണ്? 15 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്റ്റാൻഡേർഡ് വാല്യൂ. ഇനി TM എന്താണ്? TA എന്ന് പറഞ്ഞാൽ മന്ത്ലി മീൻ ഓഫ് ആവറേജ് ഡെയിലി ടെമ്പറേച്ചർ ആണ്. TM എന്ന് പറയുന്നത് മാക്സിമം ഡെയിലി ടെമ്പറേച്ചറാണ്. ഇനി സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 15 ഡിഗ്രി സെൽഷ്യസ് - 6.5 ഡിഗ്രി സെൽഷ്യസ് പെർ 1000 മീറ്റർ റൈസ്. ഇനി കറക്ഷൻ ഫോർ ഗ്രേഡിയൻറ്റിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? 20% ഫോർ 1% എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ട സ്റ്റെപ്സിലേക്ക് പോകാം. സ്റ്റെപ്പ് 1 നമ്മൾ എന്താണ് ചെയ്യുന്നത്? എലിവേഷൻ കറക്ഷൻ അപ്ലൈ ചെയ്യും. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 7% ഇൻക്രീസ് ഫോർ എവറി 300 മീറ്റർ റൈസ്. ഓക്കെ, സ്റ്റെപ്പ് 2 എന്താണ്? ടെമ്പറേച്ചർ കറക്ഷൻ. അതെത്രയാണ്? 1% ഇൻക്രീസ് ഫോർ എവറി 1 ഡിഗ്രി സെൽഷ്യസ് റൈസ്. ഇനി സ്റ്റെപ്പ് 3 എന്താണ്? എലിവേഷൻ കറക്ഷൻ പ്ലസ് ടെമ്പറേച്ചർ കറക്ഷൻ ഗ്രേറ്റർ ദാൻ 35% വരുന്നുണ്ടോ എന്ന് നോക്കണം. അത് നമ്മൾ എവിടെ പറഞ്ഞു? ഇതിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, ICAO പ്രകാരം എന്താണ്? എലിവേഷൻ കറക്ഷനും ടെമ്പറേച്ചർ കറക്ഷനും കൂടി പ്ലസ് ചെയ്യുമ്പോൾ നോട്ട് ഗ്രേറ്റർ ദാൻ 35% ആയിരിക്കണം. അതായത് 35%-നെക്കാട്ടിയും ലെസ് ആയിരിക്കണം. എന്തിൻ്റെ 35% ആണ്? ഇനിഷ്യൽ റൺവേ ലെങ്ത്തിൻ്റെ 35%-നെക്കാളും ലെസ് ആയിരിക്കണം എലിവേഷൻ കറക്ഷൻ പ്ലസ് ടെമ്പറേച്ചർ കറക്ഷൻ എന്ന് പറയുന്നത്. ആ ചെക്കാണ് നമ്മൾ സ്റ്റെപ്പ് 3 ചെയ്യേണ്ടത്. അപ്പോൾ എലിവേഷൻ കറക്ഷൻ പ്ലസ് ടെമ്പറേച്ചർ കറക്ഷൻ ഗ്രേറ്റർ ദാൻ 35% ആണോ എന്ന് നോക്കണം. ഇനി നമുക്കെപ്പോഴും ICAO പ്രകാരം ലെസ് ദാൻ 35% ആണ് വരേണ്ടത്. ഇനി ഗ്രേറ്റർ ദാൻ 35% ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് സോ യൂസ് മോഡൽ സ്റ്റഡി. അപ്പോൾ ഗ്രേറ്റർ ദാൻ 35% വന്നാൽ നമ്മൾ മോഡൽ സ്റ്റഡി യൂസ് ചെയ്യണം. എക്സാമ്പിൾ വിൻഡ് ടണൽസ് പോലുള്ള മോഡൽ സ്റ്റഡി നമ്മൾ ചെയ്യണം. ഇനി സ്റ്റെപ്പ് 4 എന്താണ്? കറക്ഷൻ ഫോർ ഗ്രേഡിയൻറ്റ്. അതെത്രയാണ്? 20% ഇൻക്രീസ് ഫോർ എവറി 1% എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ്. ഇനി നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ബേസിക് റൺവേ ലെങ്ത് ആയിരിക്കും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് വേണ്ട സ്റ്റെപ്സ്. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.